മട്ടൻ ബിരിയാണി ശരിയാവാത്തതിന് പാവം മട്ടനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ ഒരൊറ്റ മസാല മതി അടിപൊളി മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ. അതിനായി കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് 1.5 കിലോഗ്രാം മട്ടൻ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിലിന് വേവിക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് മസാലയ്ക്കായി ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നൈസായിട്ട് സ്ലൈസ് ചെയ്ത 3 മീഡിയം വലുപ്പത്തിലുള്ള സവോള, ചെറിയൊരു തക്കാളി നീളത്തിലരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം ചെറു തീയിലിട്ടൊന്ന് വഴറ്റി മൂടി വെച്ചൊരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം മൂടി തുറന്ന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇനി ഇതിൽ പൊടി മസാലയെ നമ്മൾ ആകെ ചേർക്കുന്നത് ഈ ഗരം മസാല മാത്രമാണ് കേട്ടോ. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റി കുറച്ച് തൈരും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് മസാല നന്നായി വഴണ്ടി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മട്ടനും ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ബിരിയാണി മസാല റെഡി. ഇനി റൈസ് വേവിക്കാനായി 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് അളവിൽ വെള്ളം എടുക്കണം. ഞാൻ ഇവിടെ എടുത്തത് 4 ഗ്ലാസ് കൈമ റൈസാണ്. അപ്പോൾ 8 ഗ്ലാസ് വെള്ളം. അതിൽ മട്ടൻ വെന്ത സ്റ്റോക്ക് 2 ഗ്ലാസ് ചെമ്പിലേക്ക് ഒഴിച്ച് ബാക്കി 6 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഈ കാണുന്ന സ്പൈസസും ചേർത്ത് ഒരു മുറി നാരങ്ങാനീരും പിഴിഞ്ഞൊഴിച്ച് ഈ വെള്ളം ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ചൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ച ശേഷം മൂടി തുറന്ന് നന്നായി ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് കൂടി വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരി ഇതുപോലെ ഒട്ടും കുഴഞ്ഞു പോവാതെ വിട്ട് വെന്ത് കിട്ടും. ഇനി ദമ്മിടാനായി അരി കോരി മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മട്ടൻ്റെ മസാലയും ഇട്ട് കൊടുത്ത് നിരത്തി 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്ത് വേവിച്ച് വെച്ച അരിയും ഇതിന് മുകളിലായി ഇട്ട് കൊടുത്ത് നിരത്തി 1.5 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്ത് ഇനി കുറച്ച് മല്ലിയില, 1 ടീസ്പൂൺ ഗരം മസാല, വറുത്തുകോരി വെച്ച സവോള, കാഷ്യൂ, മുന്തിരി ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ഒരു പാത്രത്തിൽ 1/4 ഭാഗത്തോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി ഈ പാത്രം അടച്ച് നമ്മുടെ ബിരിയാണി വെച്ച ചെമ്പിൻ്റെ മുകളിലായി വെച്ച് തീ സിമ്മിലാക്കി ഒരു 10 മിനിറ്റ് കൂടി ദം ചെയ്ത് വെക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മൾ മൂടി തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി മണവും രുചിയുള്ള മട്ടൻ ബിരിയാണി റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.